നമസ്കാരം. സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് ഒരു വർഷം മാത്രം. എല്ലാവരും തന്ത്രങ്ങളുടെ പണിപ്പുരയിലാണ്. ഈ സമയത്ത് എല്ലാവർക്കും ഒരുപോലെ വേണ്ടപ്പെട്ട ഒരു സമുദായ നേതാവാണ് നമുക്കൊപ്പം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, സ്വാഗതം. നമസ്കാരം. കേരളത്തിൽ ഒരു പുതിയ തൊഗാടിയ വരുന്നുവെന്ന് 10 വർഷം മുമ്പ് താങ്കളെക്കുറിച്ച് പറഞ്ഞ പിണറായി വിജയനാണ് ഇപ്പോൾ താങ്കളെ കുമാരനാശാനേക്കാൾ മുകളിൽ SNDPയുടെ പ്രവർത്തനങ്ങളിൽ മുന്നേറുന്ന ആൾ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ പിണറായി വിജയൻ നന്നായതാണോ അതോ വെള്ളാപ്പള്ളി നടേശൻ നന്നായതാണോ? ഞാൻ നന്നായതായിരിക്കും. കാരണം എൻ്റെ പ്രവർത്തനം അന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി. ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം എൻ്റെ പ്രവർത്തന ശൈലിയും കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനം ചെയ്തുവെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ കുമാരനാശാൻ ഇരുന്നതിനേക്കാൾ കൂടുതൽ കൊല്ലം ഇരുന്നു എങ്കിൽ അതിരുത്തിയെങ്കിൽ ജനങ്ങളാണ്. ആ ഇരുത്തിയ ജനങ്ങൾക്ക് എന്നെ ഇരുത്താനുള്ള ചേതോവികാരം ഉണ്ടായി എങ്കിൽ അതെൻ്റെ പ്രവർത്തനത്തിന് മികവാണ്. ആ അംഗീകാരം അദ്ദേഹം മനസ്സിലാക്കി പറഞ്ഞു. പക്ഷേ പണ്ട് 2015 പറയുമ്പോൾ ഭയങ്കരമായ വർഗീയത പറയുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് കേരള തൊഗാടിയാകാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു, ഇപ്പോൾ താങ്കൾ നന്നായി എന്ന് അങ്ങ് തന്നെ സമ്മതിക്കുക. ഞാൻ നന്നായി എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചോ? കാരണം കാലഘട്ടത്തിൽ നിങ്ങളിപ്പോൾ എന്നെയും പിണറായിയും കൂടെ തെറ്റിക്കാനായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അങ്ങനെ പിണറായി എന്നെ അന്നത്ര മനസ്സിലാക്കിയിരുന്നില്ല. എൻ്റെ പ്രവർത്തനം കൊണ്ടും കാര്യം കൊണ്ടും അദ്ദേഹം മനസ്സിലാക്കി. ഞാനിവിടുത്തെ സാധാരണക്കാരുടെ ഉന്നമനമാണ് ലക്ഷ്യമെന്നും എന്ന് മനസ്സിലാക്കിയതും എനിക്ക് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. അതൊക്കെ എൻ്റെ സ്വകാര്യ ജീവിതത്തിലുള്ള ആ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് വളരെ സത്യം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് മുഴുവൻ നോക്കുന്നത് മുസ്ലിമാണപ്പോൾ. 30 കൊല്ലത്തിന് മേലായി റഹീം അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ MES നേതാവായിട്ട് കേരളത്തിലുള്ള ആലപ്പുഴയുള്ള അദ്ദേഹവും മക്കളുമാണ് നോക്കുന്നത്. അവർ ഞങ്ങളുടെ കേസെല്ലാം നടത്തുന്നത് തന്നെ നിസാറെന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റാണ് ആലപ്പുഴയുള്ള കൊല്ലത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരും ഓരോ രീതിയിലും വ്യാഖ്യാനിക്കുകയല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം കൊണ്ടുപോകാൻ ജാതിയും മതവും വർണ്ണവും വർഗവും നോക്കിയല്ല. തെരഞ്ഞെടുപ്പാണ് വരുന്നത്. വേറൊരു യുക്തിയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം ഈഴവ വോട്ടുകൾ കാര്യമായി ചോർന്ന് നമ്മളെല്ലാം കണ്ടു. അത് വടക്കൻ കേരളത്തിൽ മാത്രമല്ല, തെക്കൻ കേരളത്തിൽ വരെ എല്ലായിടത്തും ഇടതുമുന്നണിയുടെ വോട്ട് ബേസ് ഇപ്പം മറ്റ് സമുദായങ്ങളിൽ ഇടതുമുന്നണിയെ കൈവിടുന്നത് പോലെയല്ല ഈഴവർ കൈവിട്ടത്. വെള്ളാപ്പള്ളി നടേശനോടുള്ള പ്രത്യേക സ്നേഹം, പെട്ടെന്ന് പിണറായി വിജയൻ മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഈ പ്രത്യേക സ്നേഹത്തിൻ്റെ അടിസ്ഥാനം അതല്ലേ? അത് താങ്കൾക്കും അറിയാം. അങ്ങനെയൊന്നുമല്ല. ഞാൻ ആദ്യം തൊട്ട് തന്നെ പിണറായി എന്നോട് ഇഷ്ടമാണ്, എനിക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഇപ്പോൾ ഉണ്ടായ ഒരു ഇഷ്ടമാണെന്ന് പറയാനൊക്കെ നിങ്ങളെല്ലാവരും ആദ്യം തൊട്ടേ പറയും ഞാനൊരു പിണറായി ഭക്തനാണെന്ന്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്, നാളെ ഇഷ്ടമാണ്. പക്ഷേ അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ ലൈൻ കൊണ്ടാണ് എന്ന് വിചാരിക്കരുത്. ഞാൻ അദ്ദേഹത്തിന് ചില ക്വാളിറ്റി ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒന്നാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തമ്മിൽ കലഹം പിടിച്ച് നിൽക്കുന്ന സമയം സ്ട്രോങ്ങായി നിന്നുകൊണ്ട് അതൊരു ഇരുമ്പ് മനുഷ്യരെ കൂട്ട്, ഉരുക്ക് മനുഷ്യരെ കൂട്ട് നിന്നുകൊണ്ട് അതിലുള്ള ഗ്രൂപ്പിസത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അതിന് നേർവഴിക്ക് ശക്തമായി സ്ട്രോങ്ങായി നയിക്കാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് താങ്കൾ ഇഷ്ടപ്പെട്ടത്. പക്ഷേ എൻ്റെ ചോദ്യം, പിണറായി വിജയന് താങ്കളെ ഇഷ്ടം വരാൻ കാരണം, പെട്ടെന്നൊരു ഇഷ്ടം വരാൻ കാരണം? നേരത്തെ ഇഷ്ടം നീ പണ്ടദ്ദേഹം പറഞ്ഞില്ലെന്നേ ഉള്ളു. അതിപ്പോ പറയുന്നു. ഇപ്പൊ പറയുന്നതിന്റെ പിന്നിൽ ഈ ഈഴവ വോട്ടുകൾ പോകുന്നതിന്റെ പേടിയല്ലേ? പണ്ട് എനിക്കെതിരായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പൊ പരസ്യമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, പണ്ട് പരസ്യമായി എതിർത്ത് പറയുമായിരുന്നു. പണ്ട് എന്നെ അത്ര പരസ്യമായി ഒരു ചീത്ത പറഞ്ഞതായിട്ട് എനിക്കൊരു അങ്ങനെ പറഞ്ഞില്ല. കേരള തൊഗാടിയാകാനുള്ള ശ്രമമാണെന്നേ പറഞ്ഞുള്ളൂ. അത് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ അതൊക്കെ പിന്നെ തിരുത്തിയില്ലേ, കാലങ്ങൾ കഴിഞ്ഞില്ലേ. ഇപ്പോൾ 10 വർഷം ഇപ്പോൾ പണ്ടെല്ലാം ഓരോ രാഷ്ട്രീയക്കാരും പറഞ്ഞ് ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ല, ഓരോ രാഷ്ട്രീയക്കാരും പറഞ്ഞ വെച്ച് നോക്കാനാണെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം ആളുകൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ മാറും. താങ്കൾക്ക് പിണറായി വിജയനെ ഇഷ്ടമാണ്, ശരി. സത്യത്തിൽ താങ്കൾ ആരാണ്? BJP ആണോ? BJP അനുഭാവിയാണോ? CPM അനുഭാവിയാണോ? അതോ കോൺഗ്രസ്സുകാരനായിട്ട് ചിലപ്പം ചില ആളുകളെ പോയിരുന്നതാണോ? സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ആരാ? ഞാൻ പച്ചയായ മനുഷ്യനാണ്, എനിക്ക് രാഷ്ട്രീയമില്ല. അത് നമ്പറാണ്. അല്ല, ശരിക്കും എന്താ? എനിക്ക് രാഷ്ട്രീയമില്ലെന്ന്
ഞാൻ പ്രശ്നാധിഷ്ഠിതമായി സംസാരിക്കും. കോൺഗ്രസ്സിൽ നല്ല ആളുകൾ പറഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ ആൻ്റണി ക്വാളിറ്റി ഉള്ളവനാണെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കോൺഗ്രസ് ആക്കരുത്. ആ കോൺഗ്രസ്സിൽ നല്ല ആളുകൾ നല്ലതാണെന്ന് പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ലതാണെന്ന് പറയും, BJPയുടെ നല്ലതാണെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ലെന്ന്, ഞാൻ ഓരോരുത്തരുടെയും ആ പ്രവൃത്തികളനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ള ആ വ്യക്തികളെ രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് താങ്കൾ പറഞ്ഞാലും 2015 ശംഖുമുഖത്ത് BDJSൻ്റെ സംഘടന രൂപീകരിക്കുമ്പോൾ താങ്കളാണ് ആ സംഘടനയുടെ പേര് നിങ്ങളുടെ സംഘടന രൂപീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പിന്നീട് അതിവേഗം ആ സംഘടന ഉണ്ട്, വെള്ളാപ്പള്ളി നടേശനാണ് അതിൻ്റെ തലപ്പത്തൊക്കെ ഉള്ളത്, അത് ശരിയാണ്. പക്ഷേ ഇല്ല, അവിടെയും ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ശരിയാണ്. കാരണം ഒരു കാര്യമുണ്ട്, അന്ന് രൂപീകരണ സമയത്ത് ഞാൻ മാത്രമാണ് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയൊക്കെ കൊടി പിടിച്ച കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ആ ഫോട്ടോ എടുത്ത് നോക്കിയാൽ അറിയാം. പിന്നോക്ക ഭാഗത്തിന് മുന്നേറ്റത്തിന് രാഷ്ട്രീയ ശക്തി ആകണമെന്നൊരു വികാരം ഉണ്ടായപ്പോഴത്തേക്ക് അങ്ങനെ വികാരത്തിന് ഏത് പിന്നോക്ക വിഭാഗക്കാരുടെയും ഉന്നമനത്തിൽ വരുന്ന ആരോടും ഞാൻ സഹകരിക്കും. പക്ഷേ SNDP യോഗത്തിന് രാഷ്ട്രീയമില്ല. ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അപ്പം ഞാനൊരു രാഷ്ട്രീയക്കാരുടെ കൊടി പിടിച്ച് നടക്കാനൊക്കെ ആയിരിക്കും. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിക്കാനൊക്കത്തില്ല, കോൺഗ്രസ്സുകാരുടെ കൊടി പിടിക്കാനൊക്കത്തില്ല, BJPയുടെ കൊടി പിടിക്കാനൊക്കത്തില്ല. അതിനകത്ത് ആര് നല്ലത് പറഞ്ഞാലും അത് കൊടി പിടിക്കും. BDJSൻ്റെ സംഘടനാ രൂപീകരണത്തിൽ മുഴുവൻ പങ്കും വഹിച്ചു, പക്ഷേ BDJS അല്ല. CPMനെ വേണമെങ്കിൽ പിന്തുണയ്ക്കും, പക്ഷേ CPM അല്ല. കോൺഗ്രസ്സിലെ ചിലരെ കുറിച്ച് നല്ലത് പറയും, പക്ഷേ കോൺഗ്രസുമല്ല. അതിഭയങ്കരമായ മെയ്വഴക്കമാണ് സത്യത്തിൽ. താങ്കളെ എല്ലാവർക്കും വേണ്ടത് ഇതുകൊണ്ടാണ്. ആരുടെ കൂടെ നിന്നാലും അവർക്ക് ഗുണമുണ്ട്. ചിലപ്പോൾ ഉണ്ടായേക്കും ഒരു പ്രതീതി താങ്കൾ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. വളരെ ബുദ്ധിമാനായ ഒരു സമുദായ നേതാവാണ്. ബുദ്ധിയല്ല, എനിക്ക് ഒരു പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും. നിങ്ങൾ എന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കാണാതെ, നിങ്ങൾ രാഷ്ട്രീയക്കാരനായിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് തോന്നുന്നത്. എന്നെ രാഷ്ട്രീയക്കാരനായി കാണാതെ ഒരു സമുദായക്കാരനായി കാണുമ്പോൾ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നതിൻ്റെ ആ നല്ല വശങ്ങൾ പറയുന്ന ആളെ നല്ലതായി പറയും, മോശമായി നിൽക്കുന്ന ആളുകളെ മോശമായി പറയും, ഞാൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് മോദി കൊള്ളാം, മോദിയെ പുകഴ്ത്തുന്നതും അതിൻ്റെ ഭാഗമായി. മോദിയെ നല്ല എന്താണ് അവർ മോദി മോശക്കാരനെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഊളംപാറയെ ഇടണമെന്ന് പറയില്ല. കാരണം ഇപ്പോൾ 2ാമത്തെ ടൈം മോദി ഭരിച്ചില്ലേ. അപ്പോൾ മോദി ഭരിക്കുമ്പോൾ മോദി മോശക്കാരനാണെങ്കിൽ ഇന്ത്യയിൽ മോദി ഭരിക്കുമോ? BJP മോശക്കാരനാണ്, മോശം പാർട്ടിയാണെന്ന് എനിക്ക് പറയാനൊക്കെ. ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നത്, 2ാമൂഴോ ഭരിക്കുന്നത്. അപ്പോൾ അവർ മോശക്കാരനാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അവർ ചെയ്യുന്ന നന്മകളെ നമ്മൾ പുകഴ്ത്തുകയും തിന്മകളെ എതിർക്കുകയും ചെയ്യണം. താങ്കളുടെ സമുദായ നേതാവ് മാത്രമല്ല, ഒരു നല്ല കച്ചവടക്കാരനും വ്യവസായിയുമൊക്കെ ആയിട്ട് പേരെടുത്ത മനുഷ്യനാണ്. ഈ കച്ചവടക്കാർ ഒരിക്കലും ഒരു നിലപാട് പറയില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അവർക്കുണ്ട്. ആ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണോ എങ്ങും തൊടാതെ നിൽക്കുന്നത്, എന്നാൽ എല്ലാവരുടെയും കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്? കാരണം ഇത് ഞാനൊരു സമുദായ നേതാവാണ്, ആരുടെയും കൂടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഈ സമുദായത്തിനകത്ത് എല്ലാ പാർട്ടികളും ഉണ്ട്. അതുകൊണ്ട് ഓരോ പാർട്ടികളും പറയുന്നതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി പ്രശ്നാധിഷ്ഠിതമായിട്ട് ഉള്ള പിന്തുണ ഓരോ പാർട്ടിക്കും കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു പാർട്ടിയുടെയും വാലായിട്ടോ ചൂലായിട്ടോ അത് തകർത്ത് കളയാമെന്ന് വിചാരിച്ച് തൂത്ത് കളയാനോ അവർ വാലായിട്ട് വാലാട്ട് കിടക്കാനോ ഒന്നും SNDP യോഗത്തിന് സാധിക്കില്ല. ഇത് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഈ സമുദായം, ഈഴവ സമുദായം ഇപ്പം ആരുടെ കൂടെയാണ്? SNDP യോഗത്തിൻ്റെ കൂടെ. SNDP യോഗം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ അല്ലാന്ന് താങ്കൾ പറയും. പക്ഷേ ഈഴവ സമുദായത്തിന് കാര്യമായ ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇടതുമുന്നണിയുടെ വോട്ടുകൾ കുറച്ച് എങ്ങോട്ടായി പോകുന്ന സമുദായം? ഈഴവതിൻ്റെ മഹാഭൂരിപക്ഷത്തും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. അത് പറയുന്ന കാര്യത്തിൽ എനിക്ക് മടിയില്ല. ആ അവരുടെ വളർച്ചയും ഉയർച്ചയും എല്ലാം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെയാണ് അവർ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭൂരിപക്ഷവും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. ഈ BJPയിലേക്ക് പോയ വോട്ടുകൾ, BDJS വഴി BJPയിൽ എത്തിയ ഈഴവ സമുദായത്തിലെ ആളുകൾ, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അവിടെ എവിടെയാണ് പോയത്? ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് വടക്കൻ കേരളത്തിലെടുത്താൽ ആറ്റിങ്ങൽ നിയോജകമണ്ഡലം, താങ്കളുടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം, ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഒഴുകുകയായിരുന്നു വോട്ട്, അല്ലേ? അത് ആയിരുന്നു. എന്താ കാര്യം? ശോഭ സുരേന്ദ്രൻ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഒഴുകിയിട്ടുണ്ട്. ആലപ്പുഴ നിന്നപ്പോൾ ഒഴുകി, പാലക്കാട് നിന്നപ്പോൾ ഒഴുകി, ആറ്റിങ്ങൽ നിന്നപ്പോൾ ഒഴുകി.
ശോഭാ സുരേന്ദ്രൻ്റെ നാക്കും അവരുടെ പ്രവർത്തനം ശൈലി മുരളീധരൻ നിന്നപ്പോഴും വോട്ടുകൾ ഒഴുകുന്നുണ്ട് BJP-യുടെ ഉണ്ട്. അപ്പോൾ ആ ഒഴുകുന്ന പറഞ്ഞാൽ ശോഭ എന്ന പോലെ ഒഴുകുകയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവർ നിന്നപ്പോൾ നിന്ന സ്ഥാനാർത്ഥി ആരായിരുന്നു ഇവിടെ? ആരാ നിന്നത്? മുമ്പ് നിന്ന് ഒരുപാട് പ്രാവശ്യം ഇവിടെ നിന്നൊരു സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ? ഇവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്ത ആളാണോ? ജയിക്കുകയും ചെയ്തല്ലേ? എപ്പോൾ ഇതിക്ക് മുമ്പ് ജയിപ്പിക്കുകയും ചെയ്യണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം അയാൾ ജയിക്കാൻ വേണ്ടിയിട്ട് ജയിച്ചില്ലെങ്കിൽ ഞാൻ മുട്ടയടിക്കുമെന്ന് പറഞ്ഞ് നടന്നവനാണ് ഞാൻ. അതെ, ഈ പ്രാവശ്യം ഞാൻ മുട്ടയടിക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. എന്താ പറയുന്നത്? ഇവിടുത്തെ അയാൾക്ക് ബേസ് ഇല്ല. പാർട്ടി അണികളിൽ തന്നെ ആളുകളെല്ലാം പറയുമായിരുന്നു, ഓ താഴെ ലെവലിൽ ഇത് ഏൽക്കുന്നില്ല. ആ ആൾ ജനകീയനായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇവിടെ നിർത്തണമെന്ന് ജില്ലാ സെക്രട്ടറി പോലും ശുപാർശ ചെയ്തില്ല. അത് മുകളിൽ നിന്ന് കെട്ടിയിറക്കി അടിച്ചേൽപ്പിച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു മിസ്റ്ററെ. ആ ആളിന് ജനങ്ങളെ എന്നും ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സ്വന്തം നട്ടത്തിൽ മണ്ണം ചെയ്തത് എന്താ വോട്ട് കിട്ടാഞ്ഞത്? അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ പിൻപിലുണ്ടായിരുന്നെങ്കിൽ ഈഴേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ കിട്ടുന്നുണ്ട്, മണ്ണം ചേരുന്ന ഒരു വോട്ടുണ്ട്, എവിടെ പോയി? അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനാഭിപ്രായമില്ല. ഇതെല്ലാം വ്യക്തിപരമായ സ്ഥാനാർത്ഥികളുടെ വ്യക്തി പ്രഭാവത്തിൻ്റെ കുറവോ കൂടുതലോ, അല്ലാതെ ഞാൻ ചോദിക്കുന്നത് BJP-യിലേക്ക് ഈഴവ സമുദായത്തിൻ്റെ ഒരു വോട്ടിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ചെറിയൊരു ശതമാനം. ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈഴവരിൽ തന്നെയുള്ള കോൺഗ്രസ്സാണ് ഇതിലുള്ളവരാണ് BJP-യിലേക്ക് കൂടുതൽ. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ട് BJP ഇവിടെ വോട്ട് കൂടുതൽ മേടിച്ച സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ സജി ചെറിയാൻ ജയിച്ചത് എന്താ? BJP-യോടെ കൂടുതൽ വോട്ട് പിടിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ അവിടെ ജയിക്കുന്നത്. ത്രികോണ മത്സരമാണ്. ഇവിടെ സിന്ധു മാഡം ജയിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ത്രികോണ മത്സരം വരുന്നതുകൊണ്ടല്ല. അതൊക്കെ മുമ്പ് ആരാ ജയിച്ചുകൊണ്ടിരുന്നത്? ഇടതുപക്ഷം സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ഇടതുപക്ഷം ആ കാര്യത്തിൽ വലിയ പേടി വേണ്ട. BJP-യിലേക്ക് അങ്ങനെ ഈഴവ വോട്ടുകളൊന്നും പോകാൻ സാധ്യത ചെറിയൊരു പെർസെൻറ്റേജ് പോവില്ല. അതിലേക്ക് പോകുന്നത് കൂടുതലും കോൺഗ്രസിൻ്റെ വോട്ടാണ് BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, അതുകൊണ്ടല്ല അടുത്ത ഭരണവും ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്ന് ഞാൻ ശക്തമായി ഇപ്പോഴും നാളെ ഇന്നലെയും പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? BJP കൂടെ വളർന്നു കഴിഞ്ഞു. നാളെയും അവർ വളരും. പക്ഷെ അതിൻ്റെ തളർച്ച കോൺഗ്രസിനായിരിക്കും. താങ്കൾ കാണുന്ന ഒരു ഭാവി CPM ഭരണത്തിലും BJP പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി വരുന്ന ഒരു സാഹചര്യവുമാണ് അല്ലേ? അല്ല, ഉടനെ ഒന്നും വരത്തില്ല. അല്ല, നല്ല അതിലേക്കാണ് ഈ പോകുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്. ഒരു പെർസെൻറ്റേജ് വരെ വളരുകൂടാ. വളർന്നാൽ പിന്നെ വളരാനുള്ള സാധ്യത എന്തുവാണെന്ന് കണ്ടറിയണം. കാരണം എന്ന് വെച്ചാൽ അവരൊരു പ്രത്യേക ഒരു സ്റ്റൈലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ കേരളത്തിൽ തമ്മിലുള്ള ഈ കലുഷിതമായ ഒരു ഇല്ലായ്മ ഉള്ളതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ അല്ലാതെ അവരുടെ വളർച്ച ഒരു പരിധിച്ചെന്നാൽ നിന്നു പോകും. കാരണം അതിന് മാറ്റങ്ങൾ അവരുടെ ശൈലിയിൽ മാറ്റം വരണം. BD ജയൻ്റെ ഘടകകക്ഷിയല്ലേ ഇപ്പോൾ? PC ജോർജ് ആയാലും ഇങ്ങനെയുള്ള കുറേ പാർട്ടികളിൽ അവരുടെ ഘടകകക്ഷിയായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ NDA എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പൊതുവെ പറയേണ്ടത്. ആ NDAക്കുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അവരുടെ വളർച്ച ഇവിടുത്തെ UDF-ൻ്റെ തകർച്ചയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരമായ കുറേ വോട്ടുണ്ട്. ആ സ്ഥിരമായ വോട്ട് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഈ ഇലക്ഷന് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്നോട് കണ്ടെന്ന് ചോദിച്ചോളൂ. ഈ BJP-യോടും CPM-നോടും താങ്കൾക്കുള്ള, അല്ലെങ്കിൽ അവരാണ് ഇനി മുമ്പോട്ട് പോകാൻ പോകുന്നുള്ള താങ്കളുടെ ഒരു അഭിപ്രായം, അവരുടെ ഒരു ആഭിമുഖ്യം. ഞാൻ വേറൊരു പഴയ കഥ ഓർമ്മിക്കാം. ഈ ശബരിമല സ്ത്രീ പ്രവേശ സമയത്ത് ഏറ്റവും കാര്യമായി സ്ത്രീകൾ ശബരിമലയിൽ കയറുന്നതിനെതിരെ BJP പറഞ്ഞതുപോലെ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് താൻ. അല്ല, അതേസമയം തെറ്റിപ്പോയി പറഞ്ഞല്ലോ. ഇല്ല, അതാണ് നിങ്ങളുടെ ഈ മീഡിയകളാണല്ലോ എന്നെ കൊല്ലാൻ നടക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞതേ, ഞാൻ ചോദ്യത്തിന് ഉത്തരം ഇടക്ക് തന്നെ ഞാൻ പറഞ്ഞത് ശരിയാകത്തില്ലെന്നും, ഞാൻ അവർ പറഞ്ഞ പോലെ പറഞ്ഞു എന്നുള്ളതല്ല. ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. ആ തീരുമാനം ദുഃഖകരവും വേദനാജനകമാണ്. പക്ഷേ എന്നാൽ നമ്മളുടെ സ്ത്രീകൾ ആരും അവിടെ പോവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പേരിൽ സമുദായത്തിൽപ്പെട്ടവരാരും സമരം ചെയ്ത് അതിലേക്ക് പോകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനത് തന്നെ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതേസമയം വനിതാ മതിൽ വരുമ്പോൾ അതിൻ്റെ ഭാഗമാണ്
താങ്കൾ അതിന് എല്ലാ പിന്തുണയും കൊടുത്തു. നവോത്ഥാന സംരക്ഷണ സമിതി വരുമ്പോൾ അതിന്റെ കൺവീനർ ആവും. എങ്ങനെയാണ് ഈ ഒരുപാട് വള്ളങ്ങളിൽ ഇങ്ങനെ കാര്യവെക്കാൻ പറ്റും? ഒരുപാട് വള്ളമല്ല, ഈ ശരിയായ വള്ളത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് ഏത് വള്ളമാണ്? അത് ശരിയായ വള്ളം, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വള്ളം. ആ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വള്ളത്തിൽ ഞാൻ കയറി. കാരണം അന്ന് ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചല്ലോ. ആ വിത്ത് വിതച്ചിട്ട് അത് കൊയ്യാനൊത്തോ, ആർക്കും കിട്ടിയോ, കൊയ്ത്തോ, അനുഭവിക്കാനൊത്തോ? പക്ഷെ സത്യം തെളിഞ്ഞു. എന്ന് വെച്ചാൽ അതിൻ്റെ ശബരിമല വിഷയം വെച്ച് BJP ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു. അത് തടയാൻ വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ ചെയ്തത്. മാത്രമല്ല അല്ലേ, അതാണ് അത് സമുദായം തിരിച്ചാടാൻ പാടില്ല. കാരണം ദേവസ്വം ബോർഡ് കൊണ്ട് ഞങ്ങൾക്ക് എന്നാ ഗുണമപ്പാ, നിങ്ങൾ അതിലേക്ക് പോകും. ഞങ്ങളിങ്ങനെ അവിടെ പോയി സത്യാഗ്രഹത്തിന് തല്ലുപടിക്കാൻ നടക്കണം ഞങ്ങളുടെ ജോലി. ഈ ദേവസ്വം ബോർഡ് ആരുടെ കയ്യിലാണ്? ഞങ്ങൾക്കെന്ത് ഗുണം? 94% തവണ മേധാവികൾ ഭരിക്കുന്നൊരു സ്ഥലം. അവിടെ നിയമനം നടത്താൻ കോടതി ഉത്തരവ് നടത്തിയാലും ഞങ്ങളുടെ ആളുകളെ കയറ്റാത്തൊരു സ്ഥലം. അവിടെ വേണ്ടി ആർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യാൻ പോണത്? ഞങ്ങൾ എന്തിനു വേണ്ടി പോകണം? നിങ്ങൾ പോയി പിള്ളേർ തല്ലുമടിക്കാതെ സൂത്രത്തിൽ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ എന്താ തെറ്റ്? പോകരുതെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് എന്ത് ഗുണം, ആർക്ക് ഗുണം? ആരെങ്കിലും രാഷ്ട്രീയ ഗുണത്തിൽ പോകണമെങ്കിൽ അവർ വയ്ക്കോട്ടെ. അപ്പോൾ അതല്ലേ പ്രശ്നം. ഇപ്പോൾ ഈഴവ സമുദായത്തിൻ്റെ ഒരു നേരിട്ടുള്ള പ്രശ്നം വന്നാൽ അതാണ്. സത്യത്തിൽ ഈഴവരുടെ വഴി മുടക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരുമാണ്. അങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴി മുടക്കി എന്ന് പറയാൻ, മുസ്ലിങ്ങൾ എത്രയോ നല്ലവരുണ്ടപ്പാ. അതല്ല, ഒരു സമുദായം എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. സമുദായം ലീഗിലെന്ന് പറഞ്ഞാൽ ആരാണ്? ലീഗിലെ പാവപ്പെട്ടവരെ പറ്റി, തിരുക്കൊച്ചിയിലെ ലീഗുകാരെ പറ്റി പറഞ്ഞാൽ അവരെ പറ്റി ഈ ലീഗ് എന്ന് പറയുന്നത് മലബാർ പാർട്ടിയാണ്. ആ മലബാറിലെ മലപ്പുറം പാർട്ടിയാണെന്ന് പറയാം ലീഗ്, മുസ്ലിം ലീഗ് എന്ന് പറയാം. മലപ്പുറത്തുള്ളവർക്ക് കൊള്ളാം എന്നുള്ള ഈ കേരളത്തിൽ ഇവിടെയുള്ള കേരളത്തിലുള്ള മറ്റു ഭാഗത്തുള്ള ഒരു മുസ്ലിം പാവപ്പെട്ടവർക്ക് ഒരു ഗുണം അവർ ചെയ്യാറില്ല. അതെല്ലാം മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള എല്ലാ കാര്യം ചെയ്ത് അതും ഒരു സമ്പന്നന്മാരുടെ, അത് ഒരു സമ്പന്നല്ലേ, സമുദായ നേതാവാണ്. അല്ല, ഞാൻ എൻ്റെ സമ്പന്ന കൊണ്ട് ഞാനൊരു വ്യവസായം, ഞാനൊരു കോളേജ് എടുത്തിട്ടില്ല. അവർ നിങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി പോലും അദ്ദേഹത്തിൻ്റെതായ നേതൃത്വത്തിൽ അവിടെ സ്വകാര്യ ട്രസ്റ്റുകളാണ് അവിടുത്തെ കോളേജുകളെല്ലാം നടത്തുന്നത്. അത് ശരിയാണ്. അപ്പം അവരെല്ലാം ചെയ്യുന്നതും അവരുടെ സ്വകാര്യ വ്യവസായ താല്പര്യം, സമ്പന്നരാകാൻ അവിടുത്തെ സമ്പന്ന ലോബികളാണ് ലീഗ്. അവിടുത്തെ പാവങ്ങൾക്ക് അവിടെ പ്രയോജനമൊന്നുമില്ല. അതോ ഇനി സമുദായം തന്നെ സമുദായ നേതാവിൻ്റെ ഭാഗമായി മാറില്ല? ഇപ്പോൾ ഉദാഹരണത്തിന് SNDPയുടെ കോളേജിൻ്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ കോളേജ് എന്നാണ്, ഒരു കോളേജ് അല്ലേ? അതെ, അതില്ലല്ലോ ഇപ്പോൾ. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നത് പോയില്ലേ? അത് എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു, നല്ല കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ വ്യക്തികൾ അങ്ങനെ കോളേജുകൾ നടത്തുന്നു പറയുമ്പോൾ തിരിച്ച് ആരോപണമുണ്ട്. അത് എയ്ഡഡാണ് മുഴുവന്, സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ ആയിരുന്നില്ലേ, അൺഎയ്ഡഡാ. അവിടെ മലപ്പുറത്തുള്ള കോളേജുകൾ നല്ലൊരു ഭാഗം നോക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിലെ സമ്പന്നർക്ക് അവരുടെ ട്രസ്റ്റുകളാണ് അവിടെ നടത്തുന്നത്. സമുദായം MESനെ കൂട്ടുള്ളവർക്ക് ഇല്ലല്ലോ, അവിടെ നാം മാത്രമേ ആയിട്ടുള്ളൂ. ശരി, അപ്പം ചോദിച്ചോട്ടെ, ഈ മലപ്പുറത്ത് അങ്ങ് പ്രസംഗിക്കുമ്പോൾ ഇവിടെ ശ്വാസം വലിക്കാൻ പറ്റുമോ? ഇതൊരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞു. പിന്നെ താങ്കളത് പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്. മുസ്ലിം സത്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴൊരു ചോദ്യം ബാക്കിയുണ്ട്, ഈ മുസ്ലിം ലീഗിനോട് ഇത്ര വിരോധം എന്താണ്? മുസ്ലിം വിരോധമല്ല, അവർ കാണിക്കുന്ന വിവേചനമാണ്. നിങ്ങളെന്താണ് നിങ്ങൾ മുസ്ലിം ലീഗിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട്. നിങ്ങൾ മലപ്പുറത്തൊന്നും ചെല്ലേ, മലപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്ക് തന്നില്ല? ഞാൻ ഈ മുസ്ലിം ലീഗുമായിട്ട് എത്രയോ കൊല്ലം ബായി പറഞ്ഞ് സംവരണ സമുദായം മുന്നിൽ പിന്നോക്ക സമുദായം മുന്നണി എന്നും പറഞ്ഞുകൊണ്ട് എത്രയോ കൊല്ലം നടത്തി, എത്രയോ ലക്ഷം രൂപ മുടക്കി, എത്രയോ സമ്മേളനം നടത്തി, കളക്ട്രേറ്റ് മാർച്ച്, ഹൈക്കോടതി മാർച്ച്, അതോടൊപ്പം തന്നെ PSC ഓഫീസ് മാർച്ച്, ഡൽഹി മാർച്ച്, ഇതിന് പാർലമെൻറ്റ് മാർച്ച്, ഇതിനെ നടത്തിയതിനെല്ലാം എനിക്ക് ലക്ഷക്കണക്കിന് രൂപ മുടക്കാണ്. അല്ലെ, മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ കേരളം ഭരിച്ചിട്ടുള്ളത്. ഇപ്പോൾ LDF ഭരിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗ് മുന്നണിയിലില്ല, അവരും തന്നില്ല. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തരാത്തതാണ് പ്രശ്നം. അതെ, അതിനെപ്പറ്റി പറയുമ്പോഴുള്ള ദുഃഖം അതല്ല. ഇവർ ഒന്നിച്ച് നിന്നപ്പോൾ അവരെല്ലാം കൊണ്ടുപോയി ഇറങ്ങാൻ നേരത്ത് പോലും ഞങ്ങൾ UDF ഇറങ്ങാൻ നേരത്ത് പോലും കരഞ്ഞ് ഞങ്ങൾ പറഞ്ഞു തന്നില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, വേറെ ആർക്കും കൊടുക്കണ്ടോ? നിങ്ങൾ പറ. SNDP യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യൂണിയൻ കാര്യമായ കോളേജുകൾ കേരളത്തിൽ പല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ മലപ്പുറം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ശരിയാണ്. എവിടെ നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ SNDP മലപ്പുറത്ത് കാര്യമായിട്ടുണ്ടോ? SNDP മലപ്പുറത്തുണ്ട്. ഉണ്ട്, കാര്യമായിട്ടുണ്ടോ? കാര്യമായിട്ടുണ്ട്. ഈ മലബാർ എന്ന് പറഞ്ഞ മലപ്പുറത്തെ
48% അവരവകാശം, 58% അവരവകാശപ്പെടുന്നു, 56% ഉള്ളത് മറ്റുള്ളവർ. അത്രയുമേ മുസ്ലിമുള്ളൂ. ബാക്കി മുസ്ലിം അല്ലാത്ത സമുദായങ്ങളുണ്ട്. 4 നിയോജകമണ്ഡലത്തിൽ ഹിന്ദുക്കൾക്കാണ് ഭൂരിപക്ഷം. ഒരു നിയോജകമണ്ഡലത്തിൽ 50-50 അതെ. അപ്പം നിങ്ങൾ മലപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാം മുസ്ലിമിൻ്റെ എന്നാലും ആരും പറയരുത്. UDF സർക്കാർ അധികാരത്തിൽ വരുന്ന ആ സമയമുണ്ട്, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സമയത്താണ് ഇത് വളരെ വളരെ ശക്തമായിട്ട് വന്ന ശേഷം അവർ പറഞ്ഞു നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളില്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് പറഞ്ഞു. പിന്നെ ആലുവ മണപ്പുറത്ത് കണ്ട ഭാവിയില്ല. ഈ ഇടതുമുന്നണി ഇപ്പോൾ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം കാണിക്കുന്നുണ്ടോ? കാരണം ഞങ്ങൾ അവരോട് ആലുവ മണപ്പുറത്ത് കാണിക്കുന്നത് ഞങ്ങൾ അന്ന് അവരോട് പോലെ നടന്ന പോലെ ഇവരോട് കൂടി നടന്നില്ലല്ലോ. ഞങ്ങൾ ഡിമാൻഡ് അവിടെ മുമ്പ് വെച്ചിട്ടില്ല. അവരുടെ കൂടെ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പിണറായി വിജയനും താങ്കളും ഏതാണ്ട് ഭായി ആണ്. എന്നാൽ പിന്നെ പിണറായി വിജയൻ എന്താ നിങ്ങൾക്ക് കോളേജ് തരാത്തത്? ഞങ്ങൾ ചോദിച്ചിട്ടില്ല. എന്താ ചോദിക്കാത്ത? ചോദിക്കേണ്ട സമയത്ത് ചോദിക്കും. 10 വർഷം മുമ്പ് ചോദിച്ചിട്ട് തന്നില്ല. 10 വർഷമായി ഇവിടെ ഇടതുമുന്നണി ഭരിക്കുന്നു, അവരോട് പക്ഷേ ചോദിക്കുന്നില്ല. ചോദിച്ചിട്ടില്ല. അതെന്താ? ചോദിക്കേണ്ട സമയത്ത് ചോദിക്കും. കാരണം അവർ നയമായി ഇത് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് തരാതെ ബാക്കിയുള്ളവർ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾ ചോദ്യത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നത്. അവരന്ന് ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവരും കൊടുക്കുമ്പോഴും ഞങ്ങൾക്ക് തരാതിരിക്കുമ്പോഴാണ് ഞാൻ പ്രശ്നത്തിൽ ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. ഇതേ സമയത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു നയമെന്ന നിലയിൽ കോളേജിൽ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് തരാതിരുന്നാൽ ഞങ്ങളപ്പം പിടിക്കും. ഈ സമയത്ത് വേറൊരു രീതിയിൽ ചോദ്യം ഞാൻ തിരിച്ചു വിടുകയാണ്. ഇടതുമുന്നണിക്കും വളരെ കാര്യമായി ഒരു മുസ്ലിം വിരോധം, വെറും മുസ്ലിം വിരോധമല്ല, മുസ്ലിം തീവ്രവാദ സംഘടനകളുണ്ട്, അവർ നുഴഞ്ഞു കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു മുസ്ലിം വിരോധം പറയുന്നുണ്ട്, തീവ്രവാദ വിരോധം എന്ന് പറയാം. താങ്കളും മുസ്ലിം ലീഗിനെ, അവർ മുസ്ലിം ലീഗിനെ പറയുന്നത്, താങ്കളും മുസ്ലിം ലീഗിനെ കാര്യമായി വിമർശിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. നിങ്ങളിപ്പോൾ ഈ കാര്യത്തിൽ ഒരുമിച്ചാണല്ലേ? അല്ലേ, എൻ്റെ കാരണം നേരത്തെ ഒന്നും ഇവരാരും വിമർശിച്ചിരുന്നില്ല ഇടദോഷമൊന്നും. അതെ, ഇപ്പോഴല്ലേ വിമർശിക്കാൻ തോന്നുന്നത്. അപ്പോൾ കാര്യസ്ഥലത്ത് അടുത്തപ്പോഴുള്ള ഈ പിണറായിക്ക് മനസ്സിലായി ലീഗ് ആരാണെന്ന്. ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അല്ല, ലീഗ് ഒരിക്കലും ഇടതുമുന്നണിയുടെ കൂടെ വന്നിട്ടില്ല. അതോ പിണറായിക്ക് മനസ്സിലായി മുസ്ലിങ്ങൾ ആരാണ്, അങ്ങനെയാണോ? അല്ല, ഈ മുസ്ലിം തന്നെ എത്രയോ നല്ലവരുണ്ടപ്പോൾ ലീഗ് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അല്ല, എനിക്കൊരു ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ലീഗ് വേണമെന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തോട് ചേരും. അവർക്ക് അധികാരമാണ് വേണ്ടത്. അധികാരത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കോൺഗ്രസിനെ തള്ളിയിട്ട് അവരിപ്പറേ വരും. അങ്ങനെ വന്നാൽ താങ്കളൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആത്മഹത്യാപരമാണ് ലീഗ്, ആത്മഹത്യാപരമാണ് ഇടതുമുന്നണിയിലേക്ക് വന്നാൽ. അപ്പോൾ ഇത് സംശയമുണ്ടോ? വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. പക്ഷെ തൽക്കാലം അതിൻ്റെ സാധ്യത കാണുന്നില്ല. വെള്ളാപ്പള്ളി നടേശനും ശ്രീ പിണറായി വിജയനും പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയും സമുദായ പ്രസ്ഥാനവും ഒക്കെ ഇപ്പം ഈ കാര്യത്തിൽ ഒരേ ദിശയിൽ നീങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ ഇമ്പാക്റ്റായി മാറാൻ സാധ്യതയുണ്ടോ? അതാണോ നിങ്ങളുടെയൊക്കെ ഗെയിം പ്ലാൻ? ഒരു ഗെയിം പ്ലാനും ഇല്ല. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലും BJP ഈ ശക്തമായി വളരുമ്പോൾ അതിൻ്റെ വോട്ട് സുഹൃത്തെ നിങ്ങൾ എങ്ങോട്ട് പോകും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ ലീഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് മാത്രമുള്ള ഒരു സാധനമാണ്. അവർക്ക് കുറച്ച് അനുയായികൾ ഇവിടെ കാണുമായിരിക്കും. അതുമായിട്ട് നോക്കുമ്പോൾ ഈ വോട്ടുകൾ എല്ലാം തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ ത്രികോണ മത്സരം ശക്തമായിട്ടിവിടെ വരുമ്പോൾ വളരെ വ്യക്തമാണ് സീറ്റ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും, LDF പോകും. അതിന് തെളിവ് എത്ര പറയാം, വർക്കല കഹാർ ആരായിരുന്നു. ഇപ്പോൾ ആ സീറ്റും കൊണ്ട് ആര് പോയി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയില്ലേ? പക്ഷേ ആ കഥയ്ക്ക് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത്തവണ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടുകൾ ഇടതുമുന്നണിയുടെ കയ്യിൽ നിന്ന് ചോർന്നത് അത്ഭുതം. 70 വോട്ടുകൾ അത് BJPയിലേക്ക് എത്തിയെന്ന് വേറൊരു അത്ഭുതം. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് BJP വളരുമ്പോൾ കോൺഗ്രസ് മാത്രം ദുർബലമാകുമെന്നാണ്. സത്യത്തിൽ അങ്ങനെ മാത്രമല്ല. അതെ, എന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോഴും രണ്ടാ. നിങ്ങൾ എത്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വരില്ല. ഒരു കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇപ്പോൾ എന്ത് പറയുന്നത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പോലും പറയാൻ കൊള്ളത്തില്ല. പറഞ്ഞാൽ പറയും ഞാനാണെന്ന് പറയും. ഇവിടെ പോലും ശോഭാ സുരേന്ദ്രനാണ് കിട്ടിയത്. ഞാൻ പാർട്ടിക്കാരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറ് ഏൽക്കുന്നില്ലെന്ന്. ആരും ഏൽക്കുന്നില്ല, സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞിട്ട് ഏൽക്കുന്നില്ലെന്ന്. എന്നെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷേ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരട്ടെ. അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ചിത്രമല്ല, ത്രികോണ മത്സരം ശക്തമായിട്ട് വരും. ആ ത്രികോണ മത്സരത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഇടതുപക്ഷത്തിനെ കിട്ടുള്ളൂ. നമ്മൾ തമ്മിൽ ഇനിയും ഒന്ന് കാണാൻ അവസരം വരുമ്പോൾ എന്നോട് അന്ന് ചോദിച്ചോളൂ. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇനിയും ഭരണത്തിൽ വരുമെന്ന് ഞാൻ പറയാൻ തന്നെ കാരണം.
അവസാനമായി ഒരു ചോദ്യം കൂടെ. പിണറായി വിജയൻ കൊള്ളാമെന്ന് പറഞ്ഞു, മോദിയും കൊള്ളാമെന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടം ആരെയാണ്? തമ്മിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആരെ തിരഞ്ഞെടുക്കും? അങ്ങനെ തിരഞ്ഞെടുത്ത് പറയേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അതാത് പേരുടെ പേരിലുള്ള കഴിവുകളുണ്ട്. മോദി ഇന്ത്യ ഭരിക്കുന്ന ഒരാൾ, ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ അറിയപ്പെടുന്ന ഒരാളായി ഇന്ത്യയെ മാറ്റിയെങ്കിൽ അത് മോദിയാണ്. എത്രയോ പേര് മടിച്ചിരുന്ന പോരെങ്കിൽ നിങ്ങൾ നോക്കുന്ന അറേബ്യൻ കൺട്രീസിൽ മോദിയെ കൈത്തളയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇവിടെ യുദ്ധം ബന്ധപ്പെട്ട് മോദിയെ പൂഴ്ത്തുകയല്ലേ. മോദിക്ക് മാത്രമല്ല, ഇവിടെ തന്നെ അമ്പലം പണിയാൻ സ്ഥലം കൊടുത്തില്ലേ ഇപ്പോൾ. അവിടെയുള്ള മുസ്ലിം നേതാക്കന്മാർ ഇവിടുത്തെ പോലെയല്ല, അവിടെയുള്ള മുസ്ലിമിൻ്റെ റൂളേഴ്സ് ആ അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങുന്നില്ലേ. ഇപ്പോൾ ഈ രീതിയിലേക്ക് മോദിയുടെ ആ വളർച്ചയും ഉയർച്ചയും എവിടം വരെ എത്തിയും. അങ്ങനെ ഇന്ത്യയുടെ നെറുകയിൽ ലോകത്തെ ഇന്നിപ്പോൾ ഏറ്റവും ശക്തമായ സാമ്പത്തികമായി ഉയർന്ന ഒരു രാഷ്ട്രമായി ഉയർത്തി വളർത്തിക്കൊണ്ടിരിക്കുന്ന മോദിയും പിണറായിയും കൂടെ താരതമ്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊന്ന് എന്നെ വെറുതെ വഴക്കുപിടിപ്പിക്കാനാണ്? അത് ഇന്ത്യ, ഇത് കേരളം. ഇത് കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്തുള്ള, ഇന്ത്യയുടെ ഇങ്ങേയറ്റത്തുള്ള ചെറിയ സംസ്ഥാനത്തുള്ള ഒരു ചീഫ് മിനിസ്റ്ററാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അതൊരു ചെറിയൊരു പാർട്ടിയാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ CPM-നെയും BJP-യെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറഞ്ഞാൽ താങ്കൾ ഈ ആരുടെ കൂടെ നിൽക്കും? അതൊക്കെ അപ്പോൾ എങ്ങനെ ആരുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ വരട്ടെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ആലോചിച്ച് വേണ്ടതെന്ന് ചെയ്യാം. ഇപ്പോഴും അതൊന്നും പ്രവചിക്കാനോ പറയാനോ സാധിക്കുന്നതൊന്നും കാര്യമല്ല. വ്യക്തിയല്ല, ഇലക്ഷനിൽ നിൽക്കുന്ന ആളുകളുമല്ല, പാർട്ടി എന്ന നിലയിൽ താങ്കൾ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചു. പാർട്ടിയോട് ഞങ്ങൾക്ക് പാർട്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ, SNDP യോഗത്തിനകത്ത് എല്ലാ പാർട്ടിയും ഉണ്ട്. SNDP യോഗത്തിന് പാർട്ടിയില്ല. ഞങ്ങൾക്കൊക്കെ പരിഗണന നൽകുന്നത് ആരാണ് എന്നുകൂടെ നോക്കണ്ടേ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വള്ളം. അതെ, വള്ളത്തിന് ഞങ്ങൾക്ക് കൂടെ കൂടുതൽ പരിഗണന നൽകുന്നവരെ കൂടെ പരിഗണിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കില്ലേ? ഇപ്പോൾ ഞങ്ങളെ കൂടുതൽ പരിരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ നിന്നാൽ ആ ആളിനെ തള്ളിയിട്ട് ഞങ്ങൾ മറ്റേ മതിയെന്ന് പറഞ്ഞ ആളുകൾ എൻ്റെ സമുദായം എന്നെ ഉൾക്കൊള്ളുമോ? അപ്പോൾ താങ്കൾ കാത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് കൂടുതൽ പരിഗണന തരാൻ പോകുന്നത്. സമുദായത്തിൻ്റെ താല്പര്യം എങ്ങനെയാണെന്ന് നോക്കി ആ സന്ദർഭം അനുസരിച്ച് അഭിപ്രായങ്ങൾ പറയും. ഇതിനിടയ്ക്ക് BDJS-നെ മറന്നു പോകുമോ? ആരെ മറക്കുകയില്ല, ആരെ ഉൾക്കൊള്ളുകയില്ല. താങ്കളുടെ മകൻ നയിക്കുന്ന പാർട്ടിയാണ്. അത് അവരുടെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകും. അത്രേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പ് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും നമുക്ക് കാണാം. താങ്ക് യു.